മലയാള സിനിമയിൽ അമ്മ കഥാപാത്രങ്ങളിലൂടെ ശ്രദ്ധേയയായ നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഏതാനും ദിവസങ്ങളായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. പതിറ്റാണ്ട് നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ മലയാളത്തിലെ മിക്ക താരങ്ങളുടെയും അമ്മ വേഷം കൊണ്ട് ശ്രദ്ധേയയായ നടിയാണ് കവിയൂർ പൊന്നമ്മ. പ്രേം നസീർ മുതൽ പുതുതലമുറ നടന്മാരുടേതുൾപ്പെടെ അമ്മയായി വേഷമിട്ടിട്ടുണ്ട്. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിൽ സാന്നിധ്യം അറിയിക്കുന്നത്. രാമായണം അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ രാവണൻ്റെ ഭാര്യയായ മണ്ഡോദരിയായാണ് കവിയൂർ പൊന്നമ്മ വേഷമിട്ടത്. 20-ാം വയസ്സിൽ കുടുംബിനി എന്ന ചിത്രത്തിൽ സത്യൻ, മധു തുടങ്ങിയ നായക നടന്മാരുടെ അമ്മയായി കവിയൂർ പൊന്നമ്മ വെള്ളിത്തിരയിൽ വരവറിയിച്ചു. MD വാസുദേവൻ നായർ തിരക്കഥ എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്ത നിർമാല്യം കവിയൂർ പൊന്നമ്മയുടെ ആദ്യകാലത്തെ ശ്രദ്ധേയമായ സിനിമകളിൽ ഒന്നായിരുന്നു. സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ വെളിച്ചപ്പാടിൻ്റെ ഭാര്യയായി വേഷമിട്ട കവിയൂർ പൊന്നമ്മയുടെ കഥാപാത്രം നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റി. തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ നെല്ല് എന്ന ചിത്രമായിരുന്നു പൊന്നമ്മയുടെ കരിയറിലെ നാഴികക്കല്ലായി മാറിയത്. 1980-കളിൽ മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാകാത്ത താരമായി പൊന്നമ്മ മാറി. 1989-ൽ ദേവദാസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നാടകീയത നിറഞ്ഞ കഥാപാത്രങ്ങൾ മുതൽ ഹാസ്യ കഥാപാത്രങ്ങൾ വരെ പൊന്നമ്മ ഇക്കാലയളവിൽ അനായാസം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചു. നാടകവേദികളിലൂടെയാണ് കവിയൂർ പൊന്നമ്മ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. TV സീരിയലുകളിലും പരസ്യങ്ങളിലും വേഷമിട്ടിട്ടുണ്ട്. ഗായികയായി മികവ് പുലർത്തി. 1971, 1972, 1973, 1994 വർഷങ്ങളിൽ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് കൂടിയാണ്. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ കവിയൂരിൽ TP ദാമോദരൻ ഗൗരി ദമ്പതികളുടെ മകളായാണ് പൊന്നമ്മയുടെ ജനനം. സിനിമാ നിർമ്മാതാവ് MK മണിസ്വാമിയായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ജീവിത പങ്കാളി. ഏക മകൾ ബിന്ദു ഇപ്പോൾ അമേരിക്കയിലാണ്. നടി കവിയൂർ രേണുക സഹോദരിയാണ്.